ഇതറിയോ? അറിയത്തില്ലല്ലോ, പറഞ്ഞു. എന്താണ്? ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 20% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. ആൻഡ് സെയിൽസ് ഈസ് റുപ്പീസ് 1 lakh, സെയിൽസ് എത്രയാണ്? 1 lakh ആണ്. അങ്ങനെയെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്ര? മനസ്സിലായോ? ഇത് എല്ലാ അക്കൗണ്ടിങ് സംബന്ധമായിട്ടുള്ള PSC പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ടെക്നിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇക്വേഷൻ അറിയണം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, അല്ലേ? അങ്ങനെയെങ്കിൽ നെറ്റ് സെയിൽസിനെ നമുക്ക് എന്തെന്ന് പറയാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് എന്താ? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം, അല്ലേ? ഇവിടെ നമുക്ക് നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് 1 lakh. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമുക്ക് 100% കണക്കാക്കാം. ഓക്കെ അല്ലേ? 100%, 100ന്റെ 20% എത്രയാണ്? 20 തന്നെയാണ് ഗ്രോസ് പ്രോഫിറ്റ്, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 120% അല്ലേ? ആണോ? ആണ്. അപ്പൊ ഈ 120%ന്റെ 20% ആയിരിക്കും എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്, അല്ലെ? അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1 lakh, അല്ലെ? 1 lakh അല്ലെ? നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്, അല്ലെ? 1 lakh ഇൻറ്റു 20/120, അല്ലെ? 20/120 ആണ്. നമുക്ക് ചെയ്തു നോക്കാം. വേണ്ടേ? 0 വെട്ടി 2 വെച്ചിട്ട് 12നെ വെട്ടുമ്പോൾ 6 1 lakh ഡിവൈഡ് ബൈ 6 എത്ര വരും? 16,666 എന്ന് വരും. അപ്പൊ 16,667. ഇതാണ് ഉത്തരം വരുന്നത്. ഇത് പഠിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസിന്റെ 50% ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ അത് സെയിൽസ് പ്രൈസിന്റെ 33.33% ആവും. മനസ്സിലായോ? അതിന് കോസ്റ്റ് പ്രൈസ് അതുപോലെ തന്നെ സെയിൽസ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ 50%, അല്ലെ? സെയിൽസ് പ്രൈസിന്റെ 33.33% മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ നോക്കി, ഇതേപോലെ നമുക്ക് ആ ടേബിൾ ഒന്ന് എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചേ. ദാണ്ടെ ആ ടേബിൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ. ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് സെയിൽസ് പ്രൈസ്, അല്ലെ? കോസ്റ്റ് പ്രൈസിന്റെ 50% പ്രോഫിറ്റ് എന്ന് കരുതുക. സെയിൽസ് പ്രൈസിന്റെ 33.33% ആയിരിക്കും. ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ഭിന്നസംഖ്യയിലേക്ക് വരുമ്പോഴത്തേക്കും 50% നമുക്ക് എത്രയെന്ന് പറയാം? 1/2 എന്ന് പറയാം, അല്ലെ? അപ്പം കോസ്റ്റ് പ്രൈസിന്റെ 1/2 ആണ് പ്രോഫിറ്റ് എങ്കിൽ സെയിൽസ് പ്രൈസിന്റെ 1/3 ആയിരിക്കും. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ 1/3 എന്ന് വെച്ചാൽ 33.33% ആണെങ്കിൽ സെയിൽസ് പ്രൈസിന്റെ എത്ര ആയിരിക്കും? 1/4 ആയിരിക്കും. 25% ആയിരിക്കും. കണ്ടോ? ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ കോസ്റ്റ് പ്രൈസിന്റെ 1/4 ആണെങ്കിൽ സെയിൽസ് പ്രൈസിന്റെ 1/5, അല്ലെ? കോസ്റ്റ് പ്രൈസിന്റെ 1/5 ആണെങ്കിൽ സെയിൽസ് പ്രൈസിന്റെ 1/6. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%, അല്ലെ? അപ്പൊ സെയിൽസ് പ്രൈസിന്റെ എത്ര ആവും? 20%. കണ്ടോ? അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ 20% ആണ് പ്രോഫിറ്റ് എങ്കിൽ, അതാണ് ചോദ്യം. കണ്ടോ? കോസ്റ്റ് പ്രൈസിന്റെ, അതാണ് കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 20% പ്രോഫിറ്റ് എങ്കിൽ സെയിൽസ് പ്രൈസിന്റെ എത്ര ശതമാനമാകും? 16.66% അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 16,667 ആണ്. ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നിടം വരെ ബൈ.